മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം. ആഹാ, എത്ര സുന്ദരമായ ഒരു ലോകത്തേക്കാണ് ഓണം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കള്ളമില്ല, ചതിയില്ല, പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും തുല്യർ, ആപത്താർക്കുമില്ല, എല്ലാവരും സന്തോഷത്തിൽ മാത്രം കഴിയുന്നു. ഈ മനോഹരമായ സങ്കല്പത്തിലേക്കാണ് ഓണം നാളെ മുതൽ 4 ദിവസങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ 4 ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽ നമ്മൾ എന്താണ്, വളരെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഈ മൊമെൻറ്റിൽ മാത്രം, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രം നമ്മൾ നിൽക്കുവാനായിട്ട് തുടങ്ങും. ആ സമയങ്ങളിൽ നമുക്ക് പാസ്റ്റ് ഉണ്ടാവില്ല, ഫ്യൂച്ചർ ഉണ്ടാകില്ല, ഈ നിമിഷത്തെ സന്തോഷങ്ങൾ മാത്രം. അതുകൊണ്ടാണ് നമുക്ക് അത്രയേറെ മനോഹരമായി ആ ദിവസങ്ങൾ മാറുകയും ചെയ്യുന്നത്. അപ്പോൾ മാവേലി സ്വപ്നം കൊണ്ടിരുന്ന ലോകം എന്ന് പറയുന്നത് പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചിട്ടാണ്. പാസ്റ്റില്ല, അവിടെ ഫ്യൂച്ചറില്ല, ഈ നിമിഷങ്ങളിലെ സന്തോഷങ്ങൾ മാത്രം. ഇതിനെ മനഃശാസ്ത്രത്തിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നാണ് പറയുന്നത്. ഉപാധികൾ ഏതുമില്ലാതെ വർത്തമാനകാലത്തിൽ അതിൻ്റെ സന്തോഷങ്ങളെയും നിബന്ധനകളെയും അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് നമുക്ക് ഓണക്കാലത്ത് മാത്രം മതിയാകുമോ? പോരാ. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ്? പാസ്റ്റിൻ്റെ നൊമ്പരങ്ങളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് പോകാതെ, അതെല്ലാം കഴിഞ്ഞുപോയി, ആ ലോകത്തുനിന്ന് കിട്ടിയ കുറേ അനുഭവങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. ഫ്യൂച്ചറിൻ്റെ ആശങ്കകളില്ലാതെ നാളെ എന്തായിത്തീരും, മറ്റന്നാൾ എന്തായിത്തീരും, അയ്യോ അത് നടന്നില്ലെങ്കിൽ ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോവില്ലേ, എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇങ്ങനെയൊന്നും ആശങ്കകളില്ലാതെ ഒരു ക്ലോക്കിലെ ഒരു പെൻഡുലം പോലെ നമ്മൾ ആടാതെ ഒരു പോയിന്റിൽ തന്നെ, നടുവിലെ ഒരു പോയിന്റിൽ തന്നെ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു മിഡിൽ പാത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട്, അതായത് പാസ്റ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും മിഡിൽ പാത്ത് എന്ന് പറയുന്ന വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നിലോട്ട് പോയാലോ? എന്നും നമ്മുടെ ജീവിതത്തിൽ ഓണം തന്നെ ആയിരിക്കില്ലേ? കൂട്ടുകാർ എന്തു പറയുന്നു? ഈ മനോഹരമായ സങ്കല്പത്തെ നമുക്ക് ആ രീതിക്കൊന്ന് വർണ്ണിച്ചെടുത്താലോ? നമ്മുടെ ജീവിതത്തിൻ്റെ അവർണ്ണനീയമായ സന്തോഷം നമുക്ക് തീർച്ചയായും മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് ഈ ഓണത്തിൻ്റെ മഹത്തായ മറ്റൊരു സന്തോഷം. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ഹാപ്പി ഓണം.